എല്ലാവർക്കും മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ TS Elite കുറിച്ച് ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും ഇൻട്രോഡക്ടറി വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. കാരണം നമുക്കറിയാം ഒരു റൈറ്ററിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസിലൂടെ ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. കൂടാതെ TS Elite എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ 3 വർക്ക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, നമുക്കറിയാം ഈ ഒരു എസ്സേ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് 1919 അല്ലെ. TS Elite എസ്സേ ആണ്. 1919 ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഇഗോയിസ്റ്റ് എന്ന മാഗസിനിലാണ് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇഗോയിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത ഇയർ 1919 ആണ്. പിന്നീട് ദി സേക്രഡ് വുഡ്, അത് നമ്മളുടെ എലിയറ്റിന്റെ ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രിറ്റിസിസം കൂടിയാണ്. സേക്രഡ് വുഡ് ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രിറ്റിസിസം കൂടിയാണ്. ഇതിൽ 1920 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 വർഷവും ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു എസ്സേ എലിയറ്റിന്റെ സിലക്ടഡ് പ്രോസ് ആൻഡ് സിലക്ടഡ് എസ്സേയിൽ കൂടി അവൈലബിൾ ആണ്, ഇൻക്ലൂഡഡ് ആണ് എന്ന് ഓർക്കുക. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേനെ കുറിച്ച് പറയുമ്പോൾ ഈ എസ്സേ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ പാർട്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദി കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ ആണ്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം, തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. ഇനി തേർഡ് പാർട്ടിൽ ഒരു കൺക്ലൂഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ പറയുകയാണെങ്കിൽ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേയിൽ it explains the relationship between the poet and the preceding literary tradition. അതായത് പോയറ്റും അദ്ദേഹത്തിന്റെ മുമ്പുള്ള സാഹിത്യ പരമ്പരയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിലൂടെ TS Elite പ്രതിപാദിക്കുന്നത്. TS Elite പറയുന്നു, ട്രഡീഷൻ കാൻ ബി ഇൻഹെറിറ്റഡ് ആൻഡ് യു മസ്റ്റ് ഒബ്റ്റെയിൻ ഇറ്റ് ബൈ ഗ്രേറ്റ് ലേബർ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ട്രഡീഷൻ ഒരിക്കലും നമുക്ക് പരമ്പരാഗതമായി കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മളത് ആർജിച്ചെടുക്കേണ്ടതാണ്, നമ്മളത് നേടിയെടുക്കേണ്ടതാണ്. അതിന് ഗ്രേറ്റ് ലേബർ, വളരെ കഠിനാധ്വാനത്തോടെ നമ്മൾ ആ ഒരു വർക്ക്സുമായിട്ട് ഇടപഴകി അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഒരിക്കലും അത് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, he argues that a modern poet should write with literature of all previous age in his bones. ഇവിടെ ഇൻ ഹിസ് ബോൺസ് ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് അതിന്റെ മീനിങ്? അതായത് ഒരു സ്ട്രോങ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ലിറ്ററേച്ചർ അതൊരു പാഷൻ ആയിരിക്കണം, ആ ഒരു സ്ട്രോങ് നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കണം. അപ്പൊ ഒരു മോഡേൺ പോയിറ്റ് എങ്ങനെയാണ് സാഹിത്യത്തെ കാണേണ്ടത് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ഏജിലുള്ള ലിറ്ററേച്ചർ അദ്ദേഹത്തിന്റെ ഒരു എന്തായിരിക്കണം, സ്ട്രോങ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറേണ്ടിയിരിക്കുന്നു. ആസ് ദോ ഹോമർ ആൻഡ് ഷേക്സ്പിയർ were his contemporaries. ഹോമറും ഷേക്സ്പിയറും ഒക്കെ അദ്ദേഹത്തിന്റെ സമകാലികരാണ് എന്ന് ചിന്തിച്ച് ആ ഒരു രീതിയിൽ വേണം അദ്ദേഹം ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യാൻ, ഒരു മോഡേൺ പോയിറ്റ് ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യാൻ എന്നാണ് TS Elite ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് TS Elite പറയുന്നു, ഇംഗ്ലീഷ് ട്രഡീഷന്റെ ജനറൽ ആയിട്ടൊരു ബിലീഫ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. എന്താണത്? ദി ആർട്ട് പ്രോഗ്രസസ് ത്രൂ ചേഞ്ച്. ആർട്ട് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, ആർട്ടിൽ എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ്സ് വരുന്നത്? അത് ചേഞ്ചിലൂടെയാണ്, മാറ്റത്തിലൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം മാറ്റങ്ങൾ അനിവാര്യമാണ് അല്ലെ. മാറ്റത്തിനെ ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. ചേഞ്ച് ഈസ് ഇൻഎവിറ്റബിൾ. ഈ മാറ്റം, ഇംഗ്ലീഷ് ട്രഡീഷൻ വിശ്വസിക്കുന്ന ഈ ഒരു മാറ്റം, ദി ആർട്ട് പ്രോഗ്രസസ് ത്രൂ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ഫ്രം ട്രഡീഷൻ, ഈ പരമ്പരയിൽ നിന്നും, ആ ഒരു സാഹിത്യ പരമ്പരയിൽ നിന്നും സെപ്പറേറ്റഡ് ആവുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലിറ്റററി അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും സെപ്പറേറ്റഡ് ഫ്രം ട്രഡീഷൻ അല്ല എന്നാണ് TS Elite ഇവിടെ വ്യക്തമാക്കുന്നത്. ആർ ഇൻസ്റ്റെഡ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ദേ കൺഫോം ടു ട്രഡീഷൻ. എപ്പോഴാണോ ഈ സാഹിത്യത്തിന്, പുതിയതായിട്ട് വരുന്ന സാഹിത്യത്തിന് ട്രഡീഷനുമായിട്ട്, പരമ്പരയുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നത്, അവിടെയാണ് ലിറ്റററി അഡ്വാൻസ്മെന്റ് വരുന്നത് എന്നാണ് TS Elite പറയുന്നത്. ഇനി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്,
For Eliot, it represents a simultaneous order. ഒരു simultaneous order ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു simultaneous existence ആണ് എന്ത് ഈ ട്രഡിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നോവൽറ്റി എന്ന് പറയുന്നത്, പുതുമ എന്ന് പറയുന്നത് ഒരു സൈമൾട്ടേനിയസ് ഓർഡർ ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സൈമൾട്ടേനിയസ് ഓർഡർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസ് ആണ്. അപ്പോൾ ചോദിക്കും, എന്താണ് ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസിന്റെ മീനിങ്? ഈ ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈമൾട്ടേനിയസ് എക്സിസ്റ്റൻസ് അല്ലേ? പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും സൈമൾട്ടേനിയസ് എക്സിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ടി.എസ്. എലിയറ്റ് രണ്ട് എക്സാമ്പിൾ ഇവിടെ സൈറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജെയിംസ് ജോയ്സ്. അദ്ദേഹം പറയുന്നു, ജെയിംസ് ജോയ്സ് ഏൻഷ്യൻ ഗ്രീക്ക് മിത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ നോവൽ യുലിസിസ് 1922 പബ്ലിഷ് ചെയ്യപ്പെട്ട നോവൽ മോഡേൺ ഡബ്ലിനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ഏൻഷ്യൻ ഗ്രീക്ക് മിത്തിന്റെ ഹെൽപ്പാണ്, സഹായമാണ് അവിടെ തേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എസ്രാ പൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹി ലുക്ക്ഡ് ബാക്ക് ടു ടൊർബാഡോസ് ആൻഡ് പോയറ്റ്സ് ഓഫ് മിഡിൽ ഏജസ്. ഈ ടൊർബാഡോസ് എന്ന് പറയുന്നത് മിഡിൽ ഏജിലെ ഒരു കമ്പോസർ ആണ്. മിഡിൽ ഏജിലെ ഹൈ മിഡിൽ ഏജസിലെ ഒരു കമ്പോസർ, ലിറിക് കമ്പോസർ ആയിരുന്നു. അപ്പോൾ അവരിലോട്ടാണ് അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എത്തി നോക്കുന്നത്, അല്ലെങ്കിൽ റോൾ മോഡൽ പോലെ ഇവരെയൊക്കെയാണ് കരുതിയിട്ടുള്ളത് എന്നതാണ് അദ്ദേഹം ഈ രണ്ട് എക്സാമ്പിൾസ് സൈറ്റ് ചെയ്തുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഡെഡ് റൈറ്റേഴ്സ് ആർ റിമോട്ട് ഫ്രം us. എന്തുകൊണ്ടാണ് ചില റൈറ്റേഴ്സിന് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ഫെയിമിലോട്ടൊന്നും എത്താൻ സാധിക്കാത്തത്? അവരെ നമുക്ക് ഡെഡ് റൈറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം അവർ റിമോട്ട് ആണ്, റിമോട്ട് ഫ്രം us. റിമോട്ട് ഫ്രം us എന്ന് പറയുമ്പോൾ ട്രഡീഷനുമായിട്ട് യോജിച്ചു പോകുന്നവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്നു. അവർക്ക് അത്രയും അറിവ് അവരുടെ കയ്യിലില്ല. ബിക്കോസ് വി നോ സോ മച്ച് മോർ ദാൻ ദേ ഡിഡ്. അതുകൊണ്ടാണ് ഈ ഡെഡ് റൈറ്റേഴ്സ് വരുന്നത്. നമ്മൾ കഴിഞ്ഞൊരു സ്ലൈഡിൽ സൈമൾട്ടേനിയസ് ഓർഡറിനെ കുറിച്ചും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസ്? ഫ്യൂഷൻ ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആയിരുന്നു അല്ലെ? പാസ്റ്റ് പ്ലസ് പ്രസന്റ് എന്ന് നമുക്ക് പറയാം. പാസ്റ്റ് പ്ലസ് പ്രസന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ടി.എസ്. എലിയറ്റ് പറയുന്നത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. A poet must embody the whole of literature of Europe from Homer while simultaneously expressing their contemporary environment എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മോഡേൺ പോയിറ്റ് അദ്ദേഹത്തിന്റെ പുതുമ നിറഞ്ഞ ഒരു സാഹിത്യരൂപം അദ്ദേഹം സൃഷ്ടിക്കുന്ന സമയത്ത് ദി ഹോൾ ഓഫ് ലിറ്ററേച്ചർ, അതായത് ഹോമർ മുതൽ തുടങ്ങുന്ന ആ ഒരു സാഹിത്യ പരമ്പര അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിൽ പ്രതിഫലിക്കണം എന്നതാണ് ഇവിടെ ടി.എസ്. എലിയറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൈമൾട്ടേനിയസ്ലി എക്സ്പ്രസിംഗ് ദ കണ്ടംപററി, സമകാലിക എൻവയോൺമെന്റുമായിട്ട് അതിന്റെ കണക്ഷൻ എന്താണ് എന്ന് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ ഒരു നോവൽറ്റി ആവാം, പക്ഷെ ആ നോവൽറ്റി എന്തുമായിട്ട് കൺഫോം ചെയ്യണം? ട്രഡിഷനുമായിട്ട് കൺഫോം ചെയ്യണം എന്നാണ് ടി.എസ്. എലിയറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എലിയറ്റ് പറയുന്നു, he challenges the common perception that a poet's greatness and individuality lie in their departure from predecessors. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് ട്രഡിഷന്റെ ഒരു വിശ്വാസമാണ്, അതായത് പുതുമ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഫ്രം ട്രഡിഷൻ ആണ്, അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഫ്രം ദർ പ്രെഡിസസേഴ്സ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, അതിനെ ചലഞ്ച് ചെയ്യുകയാണ്. ആ ഒരു കോമൺ പെർസെപ്ഷനെ, ഇംഗ്ലീഷ് ട്രഡിഷന്റെ അല്ലെങ്കിൽ ആ ഒരു കോമൺ പെർസെപ്ഷനെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നു. ഒരിക്കലും ഒരു പോയിറ്റിന്റെ ഗ്രേറ്റ്നെസ്, അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റി, അത് ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ട്രഡിഷൻ. അത് പ്രെഡിസസറിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോഴല്ല, അവരുമായിട്ട് കൺഫോം ചെയ്യുമ്പോഴാണ് എന്നാണ് നമ്മളുടെ ടി.എസ്. എലിയറ്റ് പറയുന്നത്. അടുത്തതായിട്ട് ടി.എസ്. എലിയറ്റിന്റെ മറ്റൊരു ആർഗ്യുമെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ദി മോസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ഹിസ് വർക്ക് എന്ന് പറയുമ്പോൾ മോഡേൺ റൈറ്റേഴ്സിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മേ ബി ദോസ് ഇൻ വിച്ച് dead poets and his ancestors ascend their immortality vigorously എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മോഡേൺ റൈറ്ററിന്റെ അദ്ദേഹത്തിന്റെ സാഹിത്യ ആ ഒരു വർക്കിലൂടെ പുതുമ, നോവൽറ്റി എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക? ആ പുതുമ എന്ന് പറയുന്നത്
അദ്ദേഹത്തിന്റെ വർക്കിൽ ഈ ഡെഡ് പോയറ്റ്സ് ആൻഡ് ഹിസ് ആൻസെസ്റ്റേഴ്സ്, ഇവിടെ ട്രഡീഷനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രഡീഷൻ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് അല്ലെ, അതായത് ഈ ഡെഡ് പോയറ്റ്സിന്റെയും അദ്ദേഹത്തിന്റെ ആൻസെസ്റ്റേഴ്സിന്റെയും ആ ഒരു പരമ്പരയുടെ അനശ്വരത അതേ ചൈതന്യത്തോടെ അദ്ദേഹത്തിന്റെ വർക്കിലും പ്രതിഫലിക്കുമ്പോഴാണ് അതിനെ നോവൽറ്റി എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്നു, ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസ്, സൈമൾട്ടേനിയസ് ഓർഡർ എന്നൊക്കെ പറയുന്നത് ഈ ട്രഡീഷണൽ വർക്കിനെ അതേപോലെ കോപ്പി ചെയ്ത് വെക്കുക എന്നതല്ല. അതൊരു അവയർനെസ് ആണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താണ് ഇതിന്റെ റിലേഷൻഷിപ്പ് ടു ദി ട്രഡീഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എഴുതുന്ന ആ ഒരു നോവൽറ്റി, സാഹിത്യ ആ ഒരു ആവിഷ്കാരത്തിലുള്ള ആ ഒരു പുതുമ, അത് അതിന്റെ റിലേഷൻ ടു പാസ്റ്റ് എന്താണ് എന്ന് വ്യക്തമാക്കുക എന്നതാണ്. ഓക്കെ, അപ്പോ എലിയറ്റ് പറയുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയുന്നത് അതൊരു റിസംബ്ലൻസ് ടു ട്രഡീഷണൽ വർക്ക് അല്ല, അതൊരു അവയർനെസ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കറിയാം അരിസ്റ്റോട്ടിൽ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമിറ്റേഷൻ അല്ല, പോയട്രിയുടെ യഥാർത്ഥ എസൻസിനെ തിരിച്ചറിയുക അല്ലെ. നമ്മൾ എന്താണോ നമ്മൾ അവിടെ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഒബ്ജക്റ്റിന്റെ യഥാർത്ഥ എസൻസ് തിരിച്ചറിയുക എന്നത് കൂടിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഹിസ്റ്റോറിക്കൽ സെൻസ് ഈസ് നോട്ട് ഓൺലി എ റിസംബ്ലൻസ് ടു ട്രഡീഷണൽ വർക്ക് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. This fidelity to tradition does not require the great poet to forfeit novelty in an act of surrender to repetition എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ട്രഡീഷനുമായിട്ട് ഒത്തുചേർന്ന് പോകുക എന്ന് പറയുമ്പോൾ അത് നോവൽറ്റിയെ അടിയറവ് വെക്കുക എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വരിക എന്നതല്ല അതിന്റെ മീനിങ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ട്രഡീഷന് വേണ്ടിയിട്ട് നോവൽറ്റിയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നോ പാസ്റ്റിൽ ഉണ്ടായിരുന്നു അത് തന്നെ കോപ്പി ചെയ്ത് വെക്കണം എന്നൊന്നുമല്ല ഈ കൺഫേം ടു ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. When a poet engages in the creation of a work, they realize an aesthetic ideal order. ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒരു ക്രിയേഷൻ ഓഫ് വർക്കിൽ ഒരു പോയറ്റ് എൻഗേജ്ഡ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവും ഒരു ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡർ ഉണ്ട്. ഇതിനു മുമ്പ് സാഹിത്യ പരമ്പര നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡർ നിലനിൽക്കുന്നുണ്ട്. അത് it has been established by the literary tradition that has come before them. അതിൽ ആ ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡറിന്റെ എസൻസിനെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു മോഡേൺ റൈറ്ററിന്, ഒരു മോഡേൺ പോയറ്റിന് പുതുമ കൊണ്ടുവരാനായിട്ട് സാധിക്കുക. Such an artist will fully realize that he must be inevitably judged by the standards of the past. നമുക്കറിയാം നമ്മളുടെ ട്രഡീഷൻ നമ്മളുടെ മുമ്പിലെ കുറെ ക്ലാസിക് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ ക്ലാസിക് എക്സാമ്പിൾസ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദി പാസ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. ഈ ക്ലാസിക് എക്സാമ്പിൾസ് വെച്ചിട്ട് എപ്പോഴായാലും ഈ മോഡേൺ റൈറ്റർ ജഡ്ജ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിയലൈസേഷൻ ഈ ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ സച്ച് ആൻ ആർട്ടിസ്റ്റ് വിൽ ഫുള്ളി റിയലൈസ് ദി ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡറിനെ മനസ്സിലാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടുണ്ടാകും. അതനുസരിച്ചായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ടി.എസ്. എലിയറ്റ് പറയുന്നു, ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ വർക്ക് alters the cohesion of this existing order and causes a readjustment of the old to accommodate the new എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ന്യൂ വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഒരു എക്സിസ്റ്റിംഗ് ഓർഡർ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു യൂണിറ്റിയെ അത് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. ക്രിയേഷൻ ഓഫ് എ ന്യൂ വർക്ക് ഇറ്റ് ഓൾട്ടേഴ്സ് ദി യൂണിറ്റി ഓഫ് ദി എക്സിസ്റ്റിംഗ് ഓർഡർ. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഓർഡർ ഇനി ഈ ഒരു പുതിയ വർക്കിനെ സ്വീകരിക്കണം. അതിന് അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റീ അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യം വരുന്നു. അപ്പൊ നമുക്കറിയാം അത് ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡറുമായിട്ട് കൺഫേം ചെയ്താൽ മാത്രമാണ് ഇതിലോട്ട് അതിനെ ചേരാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ ആൻഡ് കോസസ് എ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദി ഓൾഡ് ടു അക്കോമഡേറ്റ് ദി ന്യൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺഫോമിറ്റി ബിറ്റ്വീൻ ദി ഓൾഡ് ആൻഡ് ദി ന്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഓർഡർ, ഫ്യൂഷൻ ഓഫ് ദി പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഹിസ്റ്റോറിക്കൽ ടൈംലെസ്നെസ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഒരു പോയറ്റ്, a poet, if he is aware of the retrospective rearrangement, അതായത് ആ ഈസ്തെറ്റിക് ഐഡിയൽ ഓർഡറിനെ കുറിച്ചും ഈ ഒരു റീഅറേഞ്ച്മെന്റിനെ കുറിച്ചും, അതായത് ഈ എക്സിസ്റ്റിംഗ് ഓർഡറിൽ വരുന്ന അതിനെ അക്കോമഡേറ്റ് ചെയ്യണം, പുതിയൊരു വർക്കിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടായിരിക്കണം എന്നുള്ളൊരു അവയർനെസ് ഉള്ള ഒരു പോയറ്റ് ആണെങ്കിൽ he will be aware of the great difficulties and responsibilities. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം എത്രത്തോളമാണ് എന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് ആ റൈറ്ററിന്, പുതിയ മോഡേൺ പോയറ്റിന് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ടി.എസ്. എലിയറ്റ് പറയുന്നു, ഷേക്സ്പിയർ acquired more essential history from Plutarch than most men could from the whole British Museum. ഇത് പെർസ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ആണ്. ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുമ്പോൾ അത് ഫാക്ട്സിനെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഫാക്ട്സിലൂടെ നേടുന്നതും ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു റൈറ്റർ വ്യക്തമാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഷേക്സ്പിയർ acquired more essential history from Plutarch than most men could from the whole British Museum എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സൈറ്റ് ചെയ്തിട്ടുള്ളതിന്റെ അർത്ഥം. The poet must procure the consciousness of the past, that he should continue to develop this consciousness throughout his career. അപ്പോൾ ഈ പോയിറ്റ് ഈ പാസ്റ്റിൽ നിന്നും ആ ഒരു അവയർനെസ്, ആ ഒരു കോൺഷ്യസ്നെസ് ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസിന്റെയും കൂടി ഡെവലപ്മെന്റ് ആയിട്ട് മാറേണ്ടിയിരിക്കുന്നു. മോഡേൺ പോയിറ്റിനെ കുറിച്ചാണ് ടി.എസ്. എലിയറ്റ് ഇവിടെ സംസാരിക്കുന്നത്. And it is this awareness, ഈ ഒരു awareness of tradition അല്ലെങ്കിൽ understanding of tradition ആണ് ആ ഒരു പോയിറ്റിന്റെ, മോഡേൺ പോയിറ്റിന്റെ സെൻസിബിലിറ്റിയെ ഷാർപ്പൻ ചെയ്യുന്നത്. മോഡേൺ പോയിറ്റിന്റെ സെൻസിബിലിറ്റിയെ ഷാർപ്പൻ ചെയ്യുന്നു. കൂടാതെ പോയറ്റിക് ക്രിയേഷൻ എന്ന പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് വൈറ്റൽ റോള് കൂടി പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേന്റെ ബേസ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ബാക്കി പോയിന്റ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാവും ഡിസ്കസ് ചെയ്യുക. അപ്പൊ എല്ലാവരും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 കാണാനായിട്ട് മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.